നമസ്കാരം, എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ഒരുപക്ഷെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി നടക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും അവരെ തേടിയെത്തുന്നു. പ്രപഞ്ചം മുഴുവൻ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി പ്രവർത്തിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും സാധിച്ചു കിട്ടുന്നതിനായി വളരെ കഠിനമായി പാടുപെടേണ്ടി വരുന്നു. എന്താണ് ഇതിൻ്റെ രഹസ്യമെന്ന് നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. ഓരോ വ്യക്തികളിലും അന്തർലീനമായ ദൈവാധീനമാണ് ഈ വ്യത്യാസത്തിൻ്റെ കാരണം. നമ്മുടെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. എന്നാൽ നിങ്ങൾക്ക് ദൈവാധീനത്തിൻ്റെ വാതിൽ തുറക്കുവാൻ സാധിച്ചാൽ ജീവിതം ഒരത്ഭുതമെന്ന പോലെ മാറിമറിയും. ജ്യോതിഷത്തിലൂടെ അതെങ്ങനെ സാധ്യമാക്കാം എന്നതാണ് ചോദ്യം. ജ്യോതിഷത്തിൽ വ്യാഴമാണ് ഈശ്വരാധീനത്തെ അഥവാ ദൈവാധീനത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹം. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം 3, 6, 8, 12 എന്നീ ഭാവങ്ങളിൽ ആണ് നിൽക്കുന്നതെങ്കിൽ ദൈവാധീനത്തിന് മറവുണ്ട് എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം 1, 2, 4, 5, 7, 9, 10, 11 ഭാവങ്ങളിൽ ആണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദൈവാധീനമുണ്ട് എന്ന് മനസ്സിലാക്കണം. ജാതകത്തിൽ ദൈവാധീനം മറഞ്ഞു എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല. ആദ്യമായി ദൈവാധീനം എന്താണ് എന്ന് നോക്കാം. ജ്യോതിഷത്തിൽ വിധി അഥവാ കാലം നമുക്ക് അനുകൂലമോ പ്രതികൂലമോ എന്നതിനെയാണ് പ്രശ്നചിന്തയിൽ ദൈവാധീനം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ജാതകത്തിൽ ദൈവാധീനത്തിന് കുറച്ചുകൂടി സൂക്ഷ്മമായ അർത്ഥതലങ്ങളുണ്ട്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ഈ ശരീരം. അങ്ങനെയുള്ള ശരീരത്തിലെ ആകാശ തത്വത്തിൻ്റെ കാരകത്വമാണ് വ്യാഴത്തിനുള്ളത്. വ്യാഴം ജാതകത്തിൽ ബലവാനും ഇഷ്ടഭാവസ്ഥിതനുമാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആകാശ തത്വത്തിൻ്റെ അളവ് ശരിയായ രീതിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. വ്യാഴം ബലഹീനനാണെങ്കിൽ നമ്മിൽ ആകാശ തത്വത്തിൻ്റെ അളവ് വേണ്ട രീതിയിൽ ഇല്ല എന്നും മനസ്സിലാക്കണം. ആകാശ കാരകത്വം ശരിയായ രീതിയിൽ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പെർസെപ്റ്റീവ് പവർ അഥവാ ഗ്രഹണശക്തി വളരെ സൂക്ഷ്മമായിരിക്കും. അതായത് ദൈവാധീനമുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യുവാനുള്ള ഒരു ഉൾപ്രേരണ നമുക്കുണ്ടാകും. അതൊരു പക്ഷേ ഒരു ശരിയായ തീരുമാനത്തിൻ്റെ രൂപത്തിലാകാം. ഉദാഹരണത്തിന് ഒരു ബിസിനസ് തുടങ്ങാനുള്ള തീരുമാനം, ഒരു നല്ല കമ്പനിയുടെ ഷെയർ വാങ്ങുവാനുള്ള തീരുമാനം, അനേകം തൊഴിലുകളിൽ നിന്ന് ഒരു പ്രത്യേക തൊഴിൽ മേഖല തൻ്റെ പ്രൊഫഷൻ ആക്കുവാനുള്ള തീരുമാനം. അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് നമ്മുടെ ഓരോ ശരിയായ തീരുമാനങ്ങളാണ്. നമ്മുടെ ആ തീരുമാനങ്ങളിലെ ഉൾക്കാഴ്ചയും ഭാഗ്യവും ദൈവീകതയുമാണ് ദൈവാധീനം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവാധീനമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുവാൻ പ്രവർത്തിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ചിലപ്പോൾ ജാതകത്തിൽ ദൈവാധീനം ഉണ്ടെങ്കിലും നമുക്കത് അനുഭവപ്പെടണമെന്നില്ല. കാരണം നമ്മുടെ മനസ്സ് നെഗറ്റീവ് ഇമോഷൻസിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ദൈവാധീനം നമുക്ക് അനുഭവത്തിൽ വന്നുവെന്ന് വരില്ല. ഉദാഹരണത്തിന് കലങ്ങിയ വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിക്കില്ല. ഇനി ദൈവാധീനത്തിന് ജാതകത്തിൽ മറവുള്ളവരും വിഷമിക്കേണ്ട. നിങ്ങളുടെ പൂർവജന്മ കർമ്മഫലങ്ങളുടെ ഹേതുവാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ദൈവാധീനക്കുറവിനെ ജാതകത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ നാം വേണ്ട കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ദൈവാധീനം അനുകൂലമാക്കിയെടുക്കാം. അതിനായി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ ചില കാര്യങ്ങൾ പറയാം. മനസ്സിൽ യാതൊരു വിധ മുൻവിധിയും വെച്ച് പുലർത്താതിരിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് നോക്കിക്കാണുക. എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നോക്കിക്കാണുക. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിൽ നിന്നും ഓരോ പാഠം ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം,
വ്യാഴത്തിൻ്റെ ദോഷഹര മന്ത്രം ദിവസവും 15 മിനിറ്റ് കേൾക്കുക എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ജ്യോതിഷത്തിൽ ദൈവാധീനത്തിൻ്റെ കാരകഗ്രഹം വ്യാഴമാണ്. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ദോഷഹര മന്ത്രം നമ്മൾ ദിവസവും ഒരു 15 മിനിറ്റ് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ആ ദൈവാധീനം വളരെ കൂടുതലായി അനുഭവപ്പെടും. നമ്മുടെ ചാനലിൽ തന്നെ വ്യാഴത്തിൻ്റെ ദോഷഹര മന്ത്രം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെ നന്ദി, നമസ്കാരം.